സർ, ഓപ്പറേഷൻ സിന്ദൂറിന് പാകിസ്ഥാനിലെ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ടോ? തിരിച്ചടിക്കാൻ പാക് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പിൻകാലത്തുള്ള അവരുടെ കാര്യങ്ങളും അവരുടെ ഇക്കോണമിയും മറ്റ് കാര്യങ്ങളും ലോകരാഷ്ട്രങ്ങളുടെ ഇടയ്ക്ക് പാകിസ്ഥാൻ്റെ സ്ഥാനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തിരിച്ചടി പാകിസ്ഥാനിൽ നിന്ന്, ഒരു മേജറായിട്ടുള്ളൊരു തിരിച്ചടി പാകിസ്ഥാനിൽ നിന്നുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഇല്ല. പക്ഷേ ബോർഡർ ഏരിയാസിൽ ഇരുന്നുകൊണ്ട് ചെറിയ ന്യൂസൻസ് വാല്യൂ എന്ന് പറയുന്ന ഒരു ചെറിയ ഫയറും ഷെല്ലിങ്ങും കൗണ്ടർ ഷെല്ലിങ്ങും ഒക്കെ നടത്താനുള്ള ഒരു പ്രയത്നം, ഒരു ആഗ്രഹം അവർക്കുണ്ടായിരിക്കും. അതവർ ചെയ്തെന്നുമിരിക്കും. അതിനൊക്കെ നമ്മുടെ സൈന്യം അത് വളരെ ജാഗരൂകരായിട്ട് തന്നെ, വളരെ വിജിലൻ്റായിട്ട് തന്നെ നമ്മുടെ സൈന്യം നമ്മുടെ ബോർഡറിലുണ്ട്. പ്രത്യേകിച്ചും എല്ലാ നമ്മുടെ ഏരിയസിലും മുഴുക്ക പാകിസ്ഥാൻ്റെ ബോർഡറിൽ മുഴുക്ക നമ്മുടെ സൈന്യത്തെ അവരവരുടേതായ രീതിയിൽ ഒരു യുദ്ധസമാനമായ ഒരു രീതിയിൽ തന്നെ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനൊരവസ്ഥയിൽ ഈ ചെറിയ ഷെല്ലിങ്, കൗണ്ടർ ഷെല്ലിങ് അല്ലെങ്കിൽ ബോർഡറിലെ ഒരു വയലേഷൻ എന്നൊക്കെ പറയുമ്പം പാകിസ്ഥാൻ ഒരിക്കലും അതിൽ നിന്നൊരു ഡോർമൻസി അല്ലെങ്കിൽ ഒരു എമിനൻ്റ് ആയിട്ടുള്ള ഒരു ജയമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് അവരിൽ നിന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ന്യൂസൻസ് വാല്യൂവിന് വേണ്ടിയിട്ടും നമ്മൾ എൻഗേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൽ വലിയൊരു യുദ്ധമായിട്ടോ അല്ലെങ്കിൽ അത് എസ്കലേറ്റ് ചെയ്ത് ഇന്ത്യ പാകിസ്ഥാൻ വാറായിട്ടൊന്നും വരുമെന്നുള്ള ഒരു സാധ്യത ഈ അവസരത്തിൽ ഞാൻ കാണുന്നില്ല. ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ടോ സർ പാകിസ്ഥാൻ? ഈ ആണവായുധം എന്ന് പറയുന്ന ലോകരാഷ്ട്രങ്ങളുടെ ഇടയ്ക്ക് മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉള്ള ഒരു യുദ്ധസാമഗ്രിയാണ് ഈ ആണവായുധം എന്ന് പറയുന്നത്. അപ്പോൾ ആണവായുധത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും എന്ന് ലോകരാഷ്ട്രങ്ങൾക്കും ഇന്ത്യക്കും പാകിസ്ഥാനും ഒക്കെ വളരെ നല്ലവണ്ണം അറിയാവുന്നതാണ്. പിന്നെ ഒരു കൺട്രി ഒരു ഡിഫെൻസീവായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ആണവായുധം എല്ലാ രാജ്യങ്ങൾക്കുള്ളതുപോലെ എല്ലാ കൺട്രിക്കും ആണവായുധം ഉണ്ടായിരിക്കണം. അതൊരു ആവശ്യമാണ്. അറ്റ്ലീസ്റ്റ് മറ്റുള്ള രാജ്യത്തിന് പ്രത്യേകം കയറി നമുക്ക് ആണവായുധം ഇല്ലെങ്കിൽ നമ്മളെ തീർത്ത് കളയാമെന്നുള്ള ഒരു ചിന്താഗതിയിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡിഫൻസീവ് പവറിന്, നമ്മുടെ ശക്തിക്ക് വേണ്ടിയിട്ടൊരു ആണവായുധം ഉണ്ടെന്നുള്ള ഒരു കാര്യമുണ്ട്. ഇന്ത്യക്ക് തീർച്ചയായിട്ടും ആണവായുധമുണ്ട്. അത് പാകിസ്ഥാനേക്കാൾ ഏറെ ശക്തിയുള്ള ആണവായുധ സിസ്റ്റങ്ങളും അതിൻ്റെ വാർ ഹെഡ്സും അതിൻ്റെ ഉപയോഗിക്കേണ്ട രീതികളും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഉണ്ടും താനും. അങ്ങനെ പാകിസ്ഥാന് ആണവായുധത്തിലൂടെ ജയിക്കാമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അതിലേറെയുള്ള ശക്തി നമുക്ക് ആണവായുധത്തിൽ നമുക്കുണ്ട്. അത് പാകിസ്ഥാനും അറിയാം. പിന്നെ പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പം ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഈ ആണവായുധം ഉപയോഗിക്കുന്ന ഇപ്പം നടക്കുന്ന പല രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഗ്രസീവ് ആക്ഷൻസിലൊന്നും അവരൊന്നും ആണവായുധം ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം അതാണ് ലോകരാഷ്ട്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ UN ആയാലും ലോകരാഷ്ട്രങ്ങളെ ആണവായുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള റിപ്പർക്കഷൻസ് രണ്ട് രാജ്യങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് എസ്കലേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു ആണവായുധം ഉപയോഗിച്ച് നമ്മളെ തകർക്കാൻ ശ്രമിക്കുമെന്നൊന്നും നമുക്ക് വിശ്വാസമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ഇന്ത്യക്ക് ആണവായുധം ഉപയോഗിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ ചുരുക്കമാണ്, വിരളമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് രണ്ടാം ഘട്ടം ഉണ്ടാകും. ഓപ്പറേഷൻ സിന്ദൂറിന് രണ്ടാം ഘട്ടം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ മിലിറ്ററി ലീഡർഷിപ്പും ഒക്കെ പറഞ്ഞത് നമ്മളൊരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല, നമ്മൾ പണ്ടും ഒരു യുദ്ധത്തിന് ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങളുടെ മുമ്പുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും പാകിസ്ഥാനാണ് ആദ്യമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് നമുക്ക് നമ്മുടെ എതിരായിട്ട് യുദ്ധത്തിന് പ്രയോഗിക്കാനും. ഇപ്പം കാർഗിലിൽ എടുത്തു കഴിഞ്ഞാൽ അവരാണ് ആദ്യമായിട്ട് ഇങ്ങോട്ട് ഒഴിഞ്ഞു കയറി നമ്മുടെ അവിടെ ഓക്യുപ്പേഷൻ ചെയ്തതും. അതുകൊണ്ടാണ് നമുക്ക് അവരെ തുരത്തേണ്ടി വന്നത്. നമ്മളായിട്ടൊരു ഇനിഷ്യേറ്റീവ് പാകിസ്ഥാനിലേക്ക് പോയി ഇതുവരെയും ഈ ഒരു സമയത്തും എടുത്തിട്ടില്ല. പക്ഷേ തുരത്തേണ്ട ആവശ്യമുള്ളപ്പോൾ തുരത്തിയിട്ടുണ്ട്. നമ്മൾ പാകിസ്ഥാൻ്റെ ഏരിയ വരെയും കടന്നു ചെന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഏരിയയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഒരു നല്ല രീതിയിൽ റെസ്പെക്റ്റോടു കൂടി പെരുമാറുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു രീതികളുണ്ട്, ഇന്ത്യയുടേതായിട്ടുള്ള കൾച്ചറുണ്ട്. ആ കൾച്ചർ അനുസരിച്ച് നമുക്ക് ആരുടെയും ഒരു കയറി അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പിടിച്ചെടുക്കുകയോ അങ്ങനെയുള്ളൊരു സാധ്യത നമുക്ക് ഉള്ളതായിട്ട് ഇതുവരെ നമുക്ക് അറിവില്ല. അങ്ങനെയല്ല നമ്മൾ ജീവിക്കുന്നത്, അങ്ങനെയല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മൾ ഒരിക്കലും വിടില്ല എന്നുള്ളൊരു സത്യം നമ്മളവർക്ക് കൊടുത്തിട്ടുണ്ട്. 1971 വാറിൽ തന്നെ ബംഗ്ലാദേശ് ഉണ്ടാകാനുള്ള കാരണം തന്നെ ഇന്ത്യക്കാരുടെ ശക്തിയുക്തമായിട്ടുള്ള ഒരു അഗ്രസീവ് ആക്ഷനാണ്. അവരുടെ രാഷ്ട്രത്തിൽ പോയി തന്നെ നമ്മളത് ചെയ്യേണ്ടി വന്നു. അവിടെയും ഇനിഷ്യേറ്റീവ് എടുത്ത പാകിസ്ഥാനാണ്.
അത് യുദ്ധം തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് അവരുടെ ബോംബാർഡ്മെൻറ്റാണ് ആദ്യം ഉണ്ടായത്. അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് നമ്മളകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ആ ശ്രമം 13 ദിവസത്തിനകം നമുക്ക് സക്സസീവായിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം പാകിസ്ഥാനിലൊരു ഒരു ഒരു നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ, പഹൽഗാമിൽ സോഫ്റ്റായിട്ടുള്ള ടാർഗറ്റ് വിനോദസഞ്ചാരികൾ 25 വിനോദസഞ്ചാരികൾ ഇന്ത്യയിൽ നിന്ന് ഒരു നേപ്പാളുകാരനെയും കൊല്ലാനുള്ള ഒരു മനസ്ഥിതി അവിടുത്തെ ഒരു ടെററിസ്റ്റ് ഫോഴ്സിലൂടെ പാകിസ്ഥാൻ ചെയ്തുവെങ്കിൽ അതിനൊരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ആ തിരിച്ചടി അതിൻ്റെ വേണ്ട രീതിയിൽ തന്നെ നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പാകിസ്ഥാൻ എസ്കലേറ്റ് ചെയ്യാതെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എസ്കലേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്, എസ്കലേഷൻ നമ്മുടെ ആവശ്യമല്ല. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പാഠം പഠിപ്പിക്കുകയാണ്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നമ്മൾ അവർക്കൊരു പാഠം പഠിപ്പിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനിൽ നിന്ന ആൾക്കാർ, അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ പറഞ്ഞതാണ്, അവർക്ക് എന്തുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ അതൊരു ഒരു സംസാരിക്കേണ്ട രീതിയിലേക്ക് വരണം എന്ന് പറയാൻ കാരണം തന്നെ അവർക്കറിയാം ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഡോമിനൻസ് ഉണ്ടാകുമോ എന്ന് അവർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് അവരൊരു ഡോമിനൻസ് ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ മിണ്ടാതിരിക്കൽ നമ്മൾ അങ്ങോട്ട് ചെയ്യും. അപ്പോൾ അവർക്കൊരു ഡോമിനൻസോടുകൂടി ഒരു അഗ്രസീവ് അറ്റാക്ക് അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള ആക്ഷൻസ് അവരെടുക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അതിനെ തിരിച്ച് അടിക്കുന്ന രൂപത്തിൽ ഒരു കൗണ്ടർ മെഷേഴ്സ് നമ്മൾ എടുക്കും. അതിന് നമുക്ക് സംശയമൊന്നുമില്ല. അതെടുക്കാനുള്ള കഴിവും ശക്തിയും ഒക്കെ നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യും. പക്ഷേ അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ നമ്മൾ തിരിച്ചടിക്കുകയും ചെയ്യും. ഇതിനൊരു സെക്കൻഡ് ഫേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സെക്കൻഡ് ഫേസ് റിയൽ ഒരു മീനിങ്ങിൽ തന്നെ ഒരു സെക്കൻഡ് ഫേസ് ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതൊക്കെ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കും. പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്ന ബോർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ മൂവ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫയറിംഗ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്നതാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിലും നമ്മുടെ തമ്മിലുമുള്ള ആ ഒരു ഡീലിങ്സ് ആണത്. അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഡീലിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ മിണ്ടാതിരിക്കുന്നത് തെറ്റില്ല. ഒരു നേഷനാണ്, ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന് മറ്റു രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ അവരെന്തെങ്കിലും റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ. ആ റിയാക്ഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബോർഡർ ഏരിയാസിൽ. അത് നമ്മൾ ചെറുക്കുന്നുകൊണ്ട് വളരെ ശക്തിയുക്തം തന്നെ, വളരെ നമുക്ക് അവരെ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ഇപ്പോഴും അങ്ങോട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും നമുക്കൊരു യുദ്ധസമാനമായിട്ട് പോകുമോ അല്ലെങ്കിൽ നമ്മൾ ഇതിനൊരു സെക്കൻഡ് ഫേസ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് വളരെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടക്കുക തൽക്കാലം. സാറേ, ഇനി അങ്ങോട്ട് ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു എസ്കലേഷൻ ബിറ്റ്വീൻ 2 കൺട്രീസ് അല്ലെങ്കിൽ ഒരു വാർ ബിറ്റ്വീൻ 2 കൺട്രീസ് എന്നുള്ള രീതിയിൽ പോകാൻ വളരെ വളരെ സാധ്യതയില്ല. കാരണം ഇപ്പോൾ US ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ US US പറഞ്ഞത് ഇത് ഇന്ത്യ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഇനി അങ്ങോട്ട് തമ്മിൽ നിങ്ങൾ മുമ്പോട്ട് പോകരുത് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഫ്രാൻസ് ആയാലും ജപ്പാൻ ആയിരുന്നാലും എല്ലാവരും പറയുന്ന അതാണ്. ചൈനയാണെങ്കിൽ കുറേ കൂടെ അവരുടെ ഭാഗത്താണെങ്കിലും ഓപ്പണായിട്ട് പറയാതെ ഇനി അങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകണമെന്നതിനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ പാകിസ്ഥാനും നമ്മുടെ അടുത്ത് ധൈര്യമായിട്ട് ഇനി ഒരു വാറിലേക്ക് പോകാനുള്ള ഒരു നടപടിയിലേക്ക് അവർ പോകുമെന്ന് ഞാൻ ഇന്നത്തെ ഒരു സ്റ്റേജിൽ ചിന്തിക്കുന്നില്ല. കാരണം ഇനിയൊരു ഇപ്പം ഏത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയ്ക്ക് വാറുണ്ടായാൽ തന്നെ ഇപ്പോഴത്തെ വാറൊക്കെ ഒന്നുകിൽ അത് വളരെ ചുരുക്കമായിട്ടുള്ള സമയത്ത് നിൽക്കണം, അതല്ലെങ്കിൽ അത് വീണ്ടും നീണ്ടു പോകുന്ന ഒരു രൂപത്തിലേക്ക് പോകണം. അങ്ങനെയാണ് ഇപ്പോൾ യുക്രൈനും USSR ഒക്കെ നടന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നീണ്ടു പോയിരിക്കുന്നത്, വർഷങ്ങളായിട്ട് അങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീണ്ടുപോയിരിക്കുകയാണ്. അതൊന്നും പാകിസ്ഥാനോ ഇന്ത്യക്കോ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയാണ്. അങ്ങനെയുള്ള വാറിലേക്കൊന്നും നമ്മൾ പോകാൻ പോകുന്നില്ല. പിന്നെ ചെറിയ വാറുണ്ടാകുമോ അല്ലെങ്കിൽ വളരെ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ള പാകിസ്ഥാനിൽ 71 സംഭവിച്ച പോലെ 13 അങ്ങനെയും ഞാനത് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നടക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അതിനിടയ്ക്ക് തന്നെ ഡിപ്ലോമാറ്റിക് റിലേഷൻസും മറ്റുള്ള ലോകരാഷ്ട്രങ്ങളൊക്കെ ഇതിൽ ഇടപെടും. UN ഓൾറെഡി ഇടപെട്ട് കഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ ഒരു ഫ്രണ്ട് നിൽക്കുന്ന രൂപത്തിൽ നമുക്ക് അവർ പറയുന്നതൊക്കെ കേട്ട് നിന്നേ പറ്റുള്ളൂ. പാകിസ്ഥാൻ ഒരിക്കലും ഒരു ആവശ്യമില്ലാത്ത തരത്തിലുള്ള അവർക്ക് ഡേഞ്ചറസ് ആയിട്ട് തോന്നുന്ന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന ഒരു രീതിയിൽ അവരെന്തെങ്കിലും ചെയ്യും. അവർക്ക് സാധിക്കാത്ത രീതിയിൽ തന്നെ ഞാൻ പറയാനുണ്ട്. പ്ലെയിനായിട്ട് പറഞ്ഞാൽ അവർക്ക് ഇന്ത്യയുമായിട്ട് പിടിച്ചിരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലൊന്നും അല്ല ഇപ്പോഴും.
അവരുടെ എക്കോണമി നോക്കിയാലും വളരെ വളരെ ലോ ആണ്. അവരുടെ അകത്തുള്ള പിന്നെ ആ ബലൂചിസ്ഥാനിലും POKയിലും ഒക്കെ ഉള്ള സംഭവം അവിടുത്തെ ലോക്കൽ അവരുടെ പോപ്പുലേഷൻ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർക്കെതിരായിട്ട് സംസാരിക്കുകയാണ് അവർ. വളരെ ഭംഗിയായിട്ട് തന്നെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അവർ ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിൽക്കണ്ട എന്നൊരവസ്ഥയിൽ സംസാരിക്കുക. അങ്ങനെ ഒരു ലോക്കൽ സപ്പോർട്ടും അവർക്കില്ല എന്ന് വരുമ്പോൾ അപ്പോൾ അവരൊരു ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. സർ, ചൈന ശരിക്കും ആരെയാണ് പിന്തുണയ്ക്കുന്നത്? അവരുടെ നിലപാടുകൾ എന്താണ്? ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മുമ്പ് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ചൈനയാണ് നമ്മുടെ നമ്പർ 1 എനിമി എന്ന് പണ്ടേ നമ്മൾ പറയാറുള്ളതാണ്. പാകിസ്ഥാനാണ് വേണ്ടി നമ്മൾ കൂടുതൽ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും ചൈനയാണ് നമ്മുടെ പ്രധാനപ്പെട്ട എനിമി. കാരണം ഇന്ന് ചൈന ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള, വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പോയിട്ടുള്ള, ഏത് കാര്യത്തിലും അവർ വളരെ മുന്നോട്ട് നിന്നിരുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യ അത് ഫോളോ ചെയ്ത് ഏതാണ്ട് ചൈനയുടെ അടുത്തെത്തി, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു മൂന്നാമത്തെ പിന്നെ ഒരു എക്കോണമി ആകുമെന്നൊക്കെ നമ്മുടെ രാഷ്ട്ര നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ നമ്മൾ ലോകരാഷ്ട്രങ്ങൾ അവരെയൊക്കെ കിടപിടിച്ച് നിൽക്കാവുന്ന ഒരു രാഷ്ട്രമായി വളരുന്ന ഒരവസ്ഥയാണിപ്പോൾ. ആ അവസ്ഥ വരുന്നത് ചൈനയ്ക്ക് ഒരിക്കലും ഒരു താല്പര്യമുള്ള കാര്യമല്ല. അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയെ ഒരു ലോക്കൽ പവർ അല്ലെങ്കിൽ ഈ റീജിയനിൽ ഒരു വലിയ പവറായിട്ട് വളർത്തിയെടുക്കുന്നതിൽ ചൈനയാണ് ഏറ്റവും പ്രധാനമായിട്ട് എതിർത്ത് നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ചൈന അങ്ങനെ എതിർത്ത് നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും ചൈന നമുക്കെതിരായിട്ട് നീങ്ങുമോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രം വഴി ചൈന നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് ചോദിച്ചാൽ അതാണ് ഇന്ന് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാനെ കൊണ്ട് എതിർത്ത് നിൽക്കാനുള്ള ഒരു രീതിയാണ് ഇന്ന് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് ചൈന തീർച്ചയായിട്ടും ചെയ്യും. ചൈനയ്ക്ക് ഏതെങ്കിലും ഒരു അവസരം ഉണ്ടായാൽ ഇന്ത്യയെ എതിര് നിന്ന് തന്നെ സംസാരിക്കും. അവരിപ്പോൾ അരുണാചൽ പ്രദേശിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ഈ പാകിസ്ഥാൻ വഴി JNKയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിവുള്ളതാണ്. ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടാക്കി ബോർഡർ അവരുടെയാണെന്ന് പറയുക, അല്ലെങ്കിൽ അതിനകത്തോട്ട് അവരുടെ ആണെന്ന് പറയുക, അങ്ങനെ ക്ലെയിം ചെയ്യുക, ഇന്ത്യയെ എൻഗേജ് ചെയ്ത് നിർത്തുക, മാനസികമായിട്ട് തളർത്തുകയോ അല്ലെങ്കിൽ തളർത്താൻ ശ്രമിക്കുകയോ, ചൈന നമ്മുടെ ഏത് സമയം വന്ന് കയറാനുള്ള സാധ്യത ഉണ്ടെന്ന് വരുത്തുകയോ, നമ്മളൊരു എൻഗേജ്ഡ് ആക്കി വയ്ക്കുന്ന, നമ്മൾ ഓക്യുപ്പേഷനിലാക്കി വയ്ക്കുന്ന ഒരു രീതിയാണ് ചൈന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മറ്റു രാജ്യങ്ങൾ വഴി ചെയ്യുന്നു. ഡയറക്റ്റ് ചൈന ഇത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് അത് പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാകണം. അങ്ങനെ ഒരു പ്രകോപനം നമ്മൾ ഉണ്ടാക്കത്തിടത്തോളം കാലം ചൈനയ്ക്ക് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്ത്യയെ ഡയറക്റ്റായിട്ട് ആക്രമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പാകിസ്ഥാന് ഞാൻ പറഞ്ഞതുപോലെ പാകിസ്ഥാന് ഹെൽപ്പ് ചെയ്തിട്ട് പാകിസ്ഥാനെ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ അവരിപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ ഫ്ലീറ്റും പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സീ അപ്രോച്ചൊക്കെ നോക്കിയാൽ ചൈനക്കാർ നമ്മുടെ ശ്രീലങ്കൻ സീ ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയയിലുമൊക്കെ അവരുടെയൊക്കെ പിന്നെ അവരുടെ നേവൽ ബേസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നേവൽ ഷിപ്പുകളൊക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അവർ പുതിയ ബേസസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. മറ്റു പലരുടെയും പിന്നെ ഇഷ്ടത്തോടു കൂടി ശ്രീലങ്കയുടെ മാൽഡീവ്സിൻ്റെ ഒക്കെ ഇഷ്ടത്തോടു കൂടി അവരുടെ സഹായത്തോടു കൂടിയൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ട്രേഡിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ക്ലെയിം ഉണ്ടെങ്കിൽ തന്നെയും ട്രേഡിനേക്കാൾ ഉപരി ഇതൊരു ഡിഫെൻസീവ് അല്ലെങ്കിൽ ഒരു ഒഫൻസീവ് ആക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ലോഞ്ച് പാഡായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിനും കൂടെ അവർ പ്ലാൻ ഇടുന്നുണ്ടായിരിക്കാം. അതൊക്കെ ആയിരിക്കാം അവരുടെ വേറൊരു മനസ്സിലുള്ള ചിന്താഗതി. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചൈന ഒരു ത്രെട്ട് എന്നുമാണ്, പണ്ടുമായിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ അവരുടെ ത്രെട്ടായിട്ട് തന്നെ കാണണം. പാകിസ്ഥാനേക്കാൾ കൂടുതൽ ചൈനയാണ് ഇന്ത്യക്ക് ഉള്ള ഒരു എനിമി എന്നുള്ള ഒരു ചിന്താഗതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ ആ രീതിയിൽ തന്നെയാണെന്ന് ചിന്തിക്കുന്നത്. കാരണം ജോർജ് ഫെർണാണ്ടസൊക്കെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പം അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓപ്പണായിട്ട് പാകിസ്ഥാൻ, ഈവൻ AK ആൻ്റണി സാർ തന്നെയും പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഒരു ത്രെട്ടെന്ന് പറയുന്നത്, എനിമി എന്ന് പറയുന്നത് ചൈനയായിരിക്കും. അവരെല്ലാം നമുക്കറിയാമെന്നുള്ള കാര്യം. അപ്പോൾ ചൈന അങ്ങനെയൊക്കെ ആണെങ്കിലും ഡയറക്റ്റ് ഒരു ഫൈറ്റിലേക്ക് വരും. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അവർക്കും ഒരു ലോകരാഷ്ട്രങ്ങളുടെ മുമ്പ് നിലനിൽപ്പുണ്ട്. ആ ഒരു ഡിപ്ലോമസിയിൽ അവർ അങ്ങനെ ചെയ്യാൻ മുതിരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു ഡിസ്റ്റർബൻസ്, ഒരു എന്താ പറയുന്നത്, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ അവർക്ക് തീർച്ചയായിട്ടും സാധിക്കും. മറ്റുള്ള രാഷ്ട്രങ്ങൾ വഴിയും നമ്മുടെ നൈബേഴ്സ് വഴിയൊക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കും.